അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ട്രാഫിക്കിൽ കൂടെ വണ്ടി ഓട്ടിക്കാമെന്നാണ്. സോ ഞാനിപ്പോൾ കുളത്തൂരാണ് നിൽക്കുന്നത്. ഇവിടുന്ന് എനിക്ക് യു ടേൺ അടിച്ച് നേരെ കഴക്കൂട്ടത്താണ് പോകേണ്ടത്. സോ നമ്മൾ ഇവിടുന്ന് എങ്ങനെ ട്രാഫിക്കിൽ ഓട്ടിക്കണമെന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നത്തെയും പോലെ വണ്ടി ഓണാക്കുക. ഗിയർ ഡൗൺ ചെയ്യുന്നത് നമുക്ക് സ്പീഡ് അനുസരിച്ചിരിക്കും. സോ ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ഹമ്പ് വരെയാണ്. സോ ഞാനാണെങ്കിൽ ഈ ഹമ്പ് ക്ലച്ച് ഫുൾ എൻഗേജ് ചെയ്ത് ബ്രേക്ക് കുറച്ച് പിടിച്ച് എൻ്റെ വണ്ടി ഓഫായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഇത് പ്രോപ്പർ മെത്തേഡാണ്. സോ സെക്കൻഡ് ഗിയറിൽ പോകാൻ പറ്റുമെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോവാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ ഇടാവുന്നതാണ്. സോ എനിക്കിവിടുന്ന് യു ടേൺ ആണ് അടിക്കേണ്ടത്. എനിക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ യു ടേൺ അടിക്കാമായിരുന്നു, ബട്ട് സിഗ്നൽ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ സിഗ്നൽ വീണത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഇവിടെ 6 സെക്കൻഡ് ഉണ്ട്. റോങ് സൈഡിൽ നിന്ന് കയറുന്ന ആൾക്കാർ ശരിക്കും ഉണ്ട് ഇവിടെ. സോറി. ഓക്കെ, നമ്മളിപ്പം എങ്ങനെ ട്രാഫിക്കിൽ നിന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ ലൈറ്റിലാണെങ്കിൽ ഇത് സിഗ്നൽ വീഴുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലാതെ നേരത്തെ കണ്ടതുപോലെ എടുത്ത് ചാടി കയറി റോങ് സിഗ്നലിൽ കൂടെ എടുത്ത് ചാടരുത്, എന്നാൽ ആക്സിഡൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ സിഗ്നൽ കിടന്നിട്ട് മറ്റുള്ളവർ കയറി വന്നത് അത് അവരുടെ തെറ്റാണ്. ബട്ട് ഇടിക്കാതെ നോക്കിയാണ് ഇവിടെ പോകുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, സിഗ്നൽ തെറ്റിക്കുന്നത് ഇല്ലീഗലാണ്. സോ നിങ്ങളെപ്പോഴും സിഗ്നൽ പാലിച്ച് പോവുക. പിന്നെ ഇവിടുന്ന് നമുക്കിപ്പം ഞാൻ 4th ഗിയറിലാണ് ഇപ്പോൾ ഉള്ളത്. 43-50 വരെയൊക്കെ നമുക്ക് 4th ഗിയറിൽ തന്നെ പോകാവുന്നതാണ്. എനിക്കിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് സർവീസ് റോഡാണ്. സോ നമ്മളൊന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് ഇവിടുന്ന് 2 സൈഡ് നോക്കി ലെഫ്റ്റിലേക്ക് സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. സോ 3rd ഗിയറിലാണ് കിടക്കുന്നത്. സ്പീഡ് 30-ലാണ്. സോ നമുക്ക് 40+ പോകുമ്പോൾ നമുക്ക് 4th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ 5th ഗിയർ 50+ലോട്ട് പോകുമ്പം ഞാൻ 5th ഗിയർ ഒട്ടുമുക്കാലും ഈ ഹൈവേയിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. സോ ഞാൻ ഇങ്ങനത്തെ ഒരു നേരെ ഇങ്ങനെ കാണാൻ പറ്റും, ഒരു സ്പീഡ് ലിമിറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ 5th ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും 4th ഗിയറിലാണ് ഞാൻ കിടക്കുന്നത്. കാരണം ആ സ്പീഡ് ലിമിറ്റിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ചുള്ള ഗിയർ മതി. ഇതൊന്നും ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടുമുക്കാൽ നല്ല കാറ്റുണ്ട്. സോ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും നമുക്കിപ്പോൾ 5th ഗിയർ യൂസ് ചെയ്യുന്ന ഒരു 50+ സ്പീഡിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ തവണയും 4th ഗിയറിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ഇവിടുന്ന് എനിക്ക് നേരെ ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടുന്ന് റൈറ്റ് എടുത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറേണ്ട അത് കാണിക്കുക. നമ്മളങ്ങനെ കുറച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. മെയിൻ റോഡ് വിട്ട് ഇനി ഒട്ടുമുക്കാലും 3rd ഗിയർ തന്നെയാണ്. 4th ഗിയർ തന്നെ അത്ര ആവശ്യം വരത്തില്ല. ഇവിടുത്തെ സ്പീഡ് അങ്ങനത്തെ ഒരു 40-ക്ക് താഴെ, 40-ക്ക് താഴെയല്ല 35-ന് താഴെയാണ് നമ്മൾ ഇങ്ങനത്തെ റോഡിലൊക്കെ പോകുന്നത്. ഇതുവഴി കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് ഇതുവഴി കൂടെ ഇപ്പോൾ പോകാം. സോ ട്രാഫിക്കുള്ള ടൈമിലൊക്കെ മാക്സിമം നോക്കി പോവുക. ഇതേപോലെ വളവിൽ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. സോ കുറച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്.
സ്പീഡ് ലിമിറ്റിൽ ഓട്ടിക്കുക. കുറച്ച് പയ്യെ പോകാൻ പറ്റുമെങ്കിൽ വളവിൽ കുറച്ച് പയ്യെ പോവുക. കോർണറിങ് ഒന്നും അധികം ചെയ്യാൻ നിൽക്കണ്ട, കാരണം വളവിൽ എന്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ റോഡിലൊക്കെ നമുക്ക് ഫോർത്ത് ഗിയറിൻ്റെ അധികം ആവശ്യം വരുന്നില്ല. തേർഡ് ഗിയറിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് തേർഡ് ഗിയർ തന്നെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം റോഡ് തലക്കേടില്ലാത്ത റോഡിൽ മാത്രമേ ഫോർത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഇപ്പം കുറച്ച് സ്പീഡ് കൂട്ടാൻ പറ്റുന്ന ഒരു റോഡ് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഫോർത്ത് ഗിയറിലോട്ട് പോകണമെന്ന് എനിക്കിപ്പോൾ നിർബന്ധമില്ല, കാരണം ഇവിടെ നിന്ന് ഒരു തേരി ഉള്ളതുകൊണ്ട് ഇവിടുന്ന് വണ്ടി എപ്പം വേണം വരാൻ. സോ നമുക്ക് തേർഡ് ഗിയറിൽ തന്നെ പോയി ഒരു 30ൻ്റെ ഇടയിൽ വല്ല നിൽക്കാം. പിന്നെ റോഡും വളരെ മോശമായതുകൊണ്ടും ഇതേപോലെ വണ്ടി വരുമ്പോഴും പോസ്റ്റൊക്കെ കാണും. സോ കുറച്ച് സൂക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പയ്യെ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സോ ഇവിടുന്ന് വളവെത്തി. ഇവിടെ ഈ സ്ഥലം ഇവിടെ ഈ കുഴി അടച്ചതാണ്, വീണ്ടും 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 വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അൺഫോർച്യുനറ്റ്ലി ഈ വണ്ടിയാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ചിലപ്പോൾ ഓഫ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയുടെ എല്ലാത്തിനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് സെക്കൻഡ് തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കളിക്കേണ്ടി വരും. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്, കാരണം റോഡ് വളരെ മോശമായത് കൊണ്ട് നമുക്ക് സെക്കൻഡ് തേർഡ് അത്രേ പറ്റത്തുള്ളൂ. 8 തവണ സെക്കൻഡിലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് ദൂരമല്ല, കുറച്ച് ഇല്ല, ഇവിടെ നിന്ന് മിക്കവാറും ഇപ്പോൾ തേർഡ് സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, നമുക്ക് എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒരു 10 കഴിയുമ്പോഴത്തേക്കും സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ 20 കഴിയുമ്പം നമുക്ക് തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കി 50 എത്ര സ്പീഡാണോ അത്ര സ്പീഡിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഗിയർ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കുറയുമ്പം നമുക്കിങ്ങനെ വണ്ടി കിടന്ന് അടിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പോൾ ഒന്ന് ഗിയർ ഉണ്ടെന്നില്ല ഡൗൺ ചെയ്ത് കൊടുക്കുക, അയ്യോ പാവം. പക്ഷേ പട്ടിക്കുട്ടീനെ വീട്ടിലോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഓൾറെഡി ഞാൻ ഇതേപോലെ ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് പോയി എനിക്ക് തലവേദനയായി ഇരിക്കുകയാണ്. എന്നാൽ റെൻറ്റും കൂടെയാണ്. സോ ഇനി അതിനെ എടുക്കാൻ പറ്റില്ല, ഓട്ടെ നടുക്ക് കിടക്കണം പാവം. ഇനി പറഞ്ഞൊരു കാര്യമില്ല, എല്ലാവർക്കും വിധിയില്ലെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയാം, ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് ഇറങ്ങണം, കാരണം അവിടെ നല്ല സ്ലോ ആക്കേണ്ടി വന്നു. സോ നമുക്ക് വണ്ടി ഓഫാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റിലോട്ടിട്ടു. പിന്നെ ഇവിടെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് നമുക്ക് തേർഡ് ഗിയർ ആവശ്യം വരുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ കുറച്ച് ദൂരത്തേക്ക് നമുക്ക് സെക്കൻഡും തേർഡും ഷിഫ്റ്റ് ചെയ്ത് കളയാം. ഇനി തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം 20 എബോവ് പോയതുകൊണ്ട് നമുക്ക് എന്തായാലും 30 കഴിയുമെന്നുള്ള ഉറപ്പായി. കാരണം ഇവിടുന്ന് കുറച്ച് നല്ല റോഡാണ്, കുറച്ച് നല്ലതെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമില്ലാത്ത റോഡാണ്. 30 എബോവ് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 20 താഴുമ്പോൾ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 15 താഴുമ്പോൾ, ഇല്ലെങ്കിൽ 15, 18 ഇതിൽ താഴുമ്പം നമുക്ക് വണ്ടി അടിക്കുന്ന ഒരു ഫീല് വരും. നമുക്ക് വണ്ടി എപ്പോഴും നമ്മൾ ഫീല് ചെയ്യാൻ നോക്കുക. ഇപ്പം 18 താഴുമ്പം ചെറുതായിട്ട് വണ്ടിക്ക് പവർ കുറഞ്ഞ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വണ്ടി തന്നെ നമ്മളോട് ഇങ്ങനെ പറയും. ചെറുതായിട്ട് അത് ഒന്ന് ഫീൽ ചെയ്താൽ നിങ്ങൾ ഓടിക്കുന്ന വണ്ടി ഏതാണോ അത് നിങ്ങളുടെ ഒരു ബോഡിയുടെ എക്സ്റ്റൻഷനായിട്ട് കരുതുക. അങ്ങനെ കണ്ടാലേ നമുക്ക് പറ്റുള്ളൂ. അതാണ് നമ്മൾ വണ്ടി എടുക്കാൻ കാരണം നമ്മുടെ ഒരു ബോഡിയുടെ ഒരു പാർട്ടാണ്. നമുക്ക് ഇത്ര വേഗത്തിന് ഓടാനും പറ്റില്ല, ഇത്ര വേഗത്തിന് ഒരിടത്ത് എത്താനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി അധികം ആശ്രയിക്കുന്നതും. എസ്പെഷ്യലി ബൈക്ക് ലവേഴ്സും കാർ ലവേഴ്സും ഇത് വണ്ടിയുടെ ഒരു ഫീല് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഓട്ടിക്കുന്നത്. സോ അതേപോലെ നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും ആ വണ്ടി നിങ്ങളുടെ ഒരു ബോഡിയുടെ എക്സ്റ്റൻഷനായിട്ട് കൂട്ടുക. അങ്ങനെ കരുതിയാൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ എപ്പോഴൊക്കെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട, വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. സോ വണ്ടി എപ്പോഴും നിങ്ങളുടെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ മെയിൻ്റെനൻസ്, വണ്ടി നമുക്ക് ആഹാരം വേണ്ടേ, പെട്രോൾ വണ്ടിക്ക് വേണം. അതേപോലെ നമ്മൾ കഴിക്കും പോലെ തന്നെ ആഹാരവും ഇതിനും വണ്ടിക്കും വേണം. കുളിക്കും പോലെ വണ്ടിക്ക് സർവീസും വേണം. എല്ലാം നമ്മളെ ഒരു ബോഡിയുടെ പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കുക. എൻ്റെ കാലിന് ഇത്ര വേഗത്തിൽ ഓടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ബോഡിയുടെ പാർട്ടായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നതാണ്. ബാക്ക് പെയിൻ ഉള്ളതും കൊണ്ട് ഈ വണ്ടിയാണ് അടുത്തത്. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് കിടക്കുന്നത്. തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കുറച്ച് പവർ കുറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. റോഡ് മോശമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെക്കൻഡിലും തേർഡിലും ഇട്ട് കളിക്കുന്നത്.
അല്ലാതെ റോഡ് നല്ല റോഡാണെങ്കിൽ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് എങ്ങനെ വണ്ടി ട്രാഫിക്കിലൂടെ ഓടിക്കാമെന്നും ഇതേപോലെ തന്നെയാണ് ട്രാഫിക്കിലൂടെ ഓടിക്കുക. അധികം വണ്ടി വരുന്നവർ നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ നിന്ന് ഇത് പറഞ്ഞൊരു കാര്യം, ഫസ്റ്റിലും സെക്കൻഡിലും ഷിഫ്റ്റ് ചെയ്ത് കളിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാഫ് ക്ലച്ച് ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്യേണ്ടി വരും. അത് സെക്കൻഡിൽ നിന്ന് അത്ര പവറില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഓരോ വണ്ടികളുടെ പവർ അനുസരിച്ചിരിക്കും. ചില വണ്ടികൾ തേർഡ് ഗിയറിൽ തന്നെ വിട്ടങ്ങ് പോകാൻ പറ്റും. നല്ല പവറുള്ള വണ്ടികളായിരിക്കും. ചിലത് തേർഡിൽ എടുക്കാനേ പറ്റത്തില്ല. സോ ഈ വണ്ടി എനിക്ക് സെക്കൻഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഒരു പൂച്ച മരിച്ചു കിടക്കണം. സോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് നമുക്ക് വണ്ടികളുടെ ഓക്കെ, നമുക്ക് എപ്പോഴൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് വണ്ടീനെ ഫീൽ ചെയ്യുക. അത് ഫീൽ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. എനിക്ക് എൻ്റെ വണ്ടി സെക്കൻഡിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ട്. ബട്ട് വണ്ടി ചില നേരം ചതിക്കാറുണ്ട്. കാരണം ഓട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയറിൽ ഇടയ്ക്ക് വെച്ച് ഓഫ് ആവുന്നുണ്ട്. സോ നമുക്ക് എപ്പോഴും ഞാൻ വേണമെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് സെക്കൻഡ് ഗിയറിൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ഗിയറിൽ നിന്ന് തന്നെ എപ്പോഴും എടുക്കാൻ നോക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നടക്കണം. നമ്മൾ സെക്കൻഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പക്ഷേ ഞാനിപ്പോൾ ഹാഫ് ക്ലച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്കിത് ഇങ്ങനെ ഹാഫ് ക്ലച്ച് മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല. എന്നാലും നമുക്ക് ഇൻ കേസ് ഒരു എമർജൻസിക്കോ ഇല്ലെങ്കിൽ എമർജൻസി അങ്ങനെയൊന്നുമില്ല, ഫസ്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് എപ്പോഴും വണ്ടി എടുക്കാൻ നോക്കുക. നമുക്ക് ഹാഫ് ക്ലച്ച് എപ്പോഴും യൂസ് ചെയ്യരുത്. ക്ലച്ച് പ്ലേസ് നല്ല ബേൺ ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഓടിക്കുമ്പോൾ ഒരു കരുതലോടെ ഓടിക്കുക. വണ്ടി നിങ്ങളുടെ പാർട്ടായിട്ട് കൊണ്ട് നടക്കുക. എന്നാൽ വണ്ടി നമുക്ക് കൂടെ എപ്പോഴും കാണും. സോ അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് എങ്ങനെ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിക്കാമെന്നും എപ്പോഴൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നതെന്ന് നമുക്ക് ചെയ്യുന്നത്. സോ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.